വാർത്താ കാർഡുകൾ നീക്കം ചെയ്യുന്നതിൽ സമൂഹമാധ്യമ നിയന്ത്രണത്തിന് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയെന്ന് റിപ്പോർട്ട്. ഓരോ മിനിറ്റിലും ഒന്നെന്ന തോതിൽ നിയന്ത്രണത്തിനാണ് നിർദ്ദേശം നൽകിയത്. ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വാർത്താ കാർഡുകൾക്ക് കൂടുതൽ വിലക്കുണ്ടായത് CJP സമരകാലത്താണ്. ഇൻസ്റ്റഗ്രാമിനോട് 1 ലക്ഷത്തോളം പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം സമൂഹമാധ്യമങ്ങളായി ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ നിന്ന് വാർത്താ കാർഡുകളും പോസ്റ്റുകളും നീക്കം ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. പോലീസ് ഏതായാലും ആവശ്യപ്പെട്ടിട്ടില്ല, ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടില്ല. മെറ്റ എന്തുകൊണ്ട് മാറ്റിയെന്നുള്ളതിന് നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ മെറ്റയോട് ഒരു മെസ്സേജും അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ ശ്രദ്ധയിലില്ല, ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. VS അനു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനു, 2 കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, ഈ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മറുവശത്ത് ഈ പ്രാദേശികമായി ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായെന്ന് മെറ്റ തന്നെ സ്ഥിരീകരിക്കുമ്പോഴും അതിൽ ആഭ്യന്തര വകുപ്പോ പോലീസോ ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം മെറ്റയ്ക്ക് നൽകിയിട്ടില്ല എന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നു. അരുണ്യ, ഈ പറയുന്ന ഒരു മാധ്യമ അടിയന്തരാവസ്ഥ രാജ്യത്ത് നിൽക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ മാർച്ച് മുതൽ കഴിഞ്ഞ ജൂലൈ വരെ ഏകദേശം 1 ലക്ഷത്തോളം കാർഡുകൾ, വാർത്താ കാർഡുകൾ, വിവിധ ചാനലുകളുടെ വാർത്തയുമായി ബന്ധപ്പെട്ട കാർഡുകൾ മെറ്റ നീക്കം ചെയ്തതായിട്ടാണ് ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 1 മിനിറ്റിൽ 1 കാർഡ് എന്ന രീതിയിൽ അങ്ങനെയാണ് വലിയ തരത്തിൽ ഇത്തരം കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതാര് പറഞ്ഞു, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നതിൽ ഒരു വ്യക്തമായ മറുപടി നൽകുന്നില്ല. ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് നൽകുന്ന പ്രകാരം കേന്ദ്ര ആവശ്യപ്രകാരമാണ് കേന്ദ്രത്തിൽ ഇത്തരം കാർഡുകൾ നീക്കം ചെയ്തത്. സംസ്ഥാനത്താകട്ടെ ന്യൂസ് മലയാളത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാർഡുകൾ നീക്കം ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു വാർത്ത വന്നത് മെറ്റ പറഞ്ഞതായി പോലീസ് പറഞ്ഞത്, അതായത് ഇത് ഈ AI-യുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തകരാറുകളാണ് ഇങ്ങനത്തെ കാർഡുകൾ നീക്കം ചെയ്യാൻ കാരണമായത് എന്നുള്ളതായിരുന്നു മെറ്റ പറഞ്ഞതായി പോലീസ് അവകാശപ്പെട്ടത്. പക്ഷേ അത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങൾ പൂർണ്ണമായും ഖണ്ഡിക്കുന്നതാണ് ന്യൂസ് മലയാളം ഉൾപ്പെടെയുള്ള മറ്റ് ചാനലുകൾക്ക് മെറ്റയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വിശദീകരണം. പ്രാദേശികമായ നിയമപരമായ ചില കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് നീക്കം ചെയ്തത് എന്നുള്ളതാണ് മെറ്റ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ആരാണ് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത്? സാധാരണ ഈ മാസ് ക്യാമ്പയിൻ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് പ്രകാരം കാർഡുകൾ നീക്കം ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, അല്ലാതെ തന്നെ മാറിയിരിക്കുന്നു. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ആഭ്യന്തര വകുപ്പോ പോലീസോ യാതൊരു തരത്തിലും അങ്ങനെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഒരു തരത്തിലും യാതൊരു വിശദീകരണവും ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ ചോദിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. അടുത്തതായി നമ്മൾ ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് അല്ലാതെ മറ്റേതെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ അങ്ങനെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞ മറുപടി അത് തനിക്കറിയില്ല എന്നുള്ളതാണ്. അതായത് മറ്റേതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നിർദ്ദേശമോ നീക്കമോ നടന്നിട്ടുണ്ട് എന്നുള്ള സാധ്യത ആഭ്യന്തരമന്ത്രി തള്ളിക്കളയുന്നില്ല. ഏതായിരുന്നാലും ഇത് മെറ്റയുടെ ഒരു ടെക്നിക്കൽ ഇറർ അല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് ചില പരാതികൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അതാരാണ് ചെയ്തത്, ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഇനി പുറത്ത് അറിയേണ്ടത്. അരുണ്യ, വ്യക്തമാണ്. VS അനുവാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.